നിത്യേന നമ്മുടെ മനസ്സിലൂടെ കടന്നുപോകുന്ന ഈ ചിന്തകളില്ലേ, അവ വെറുതെ അങ്ങോട്ട് പോകുന്ന പ്രതിഭാസങ്ങളല്ല, മറിച്ച് നമ്മുടെ വ്യക്തിത്വത്തെയും ബോധത്തെയും പണിതുയർത്തുന്ന ഇഷ്ടികകളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അതെ, 1971 മാർച്ചിലെ അഖണ്ഡജ്യോതി മാസികയിലെ അതിമനോഹരമായൊരു ലേഖനം നമ്മോട് പറയുന്നത് അതാണ്. മനുഷ്യചൈതന്യത്തിന്റെ വാസ്തുവിദ്യ. നമ്മുടെ മനസ്സിന്റെ താളുകൾ എങ്ങനെ കൂടുതൽ വ്യക്തതയോടെ, ലക്ഷ്യബോധത്തോടെ രൂപപ്പെടുത്താമെന്ന് നമുക്കിന്ന് നോക്കാം. ഈ വരികൾ ഒന്ന് ശ്രദ്ധിച്ചേ. ഉയർന്ന മനുഷ്യബോധം കെട്ടിപ്പടുക്കുന്നതിനുള്ള അടിസ്ഥാന ശിലകളായി ശുദ്ധമായ ചിന്തകൾ പ്രവർത്തിക്കുന്നു. എന്ത് മനോഹരമായ ചിന്തയാണല്ലേ! ശരിക്കും ഇരുട്ടിനെ വകഞ്ഞുമാറ്റുന്ന ഒരു ദീപം പോലെയാണത്. ഇതൊരു ചെറിയ കാര്യമല്ല കേട്ടോ. നമ്മളൊരു വലിയ കൊട്ടാരം പണിയുമ്പോൾ ഓരോ കല്ലും എത്രത്തോളം സൂക്ഷ്മതയോടെയാണോ അടുക്കി വയ്ക്കുന്നത്, അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ നല്ല ചിന്തയും നമ്മെ പടുത്തുയർത്തുന്നത്. അപ്പോൾ ഈ നിർമ്മാണ പ്രക്രിയ ശരിക്കും എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ പ്രധാനമായും 4 കാര്യങ്ങളിലൂടെയാണ് ഇന്ന് കടന്നുപോകുന്നത്. 1. ചൈതന്യത്തിന്റെ രൂപരേഖ. 2. ജ്ഞാനത്തിന്റെ ഭാരം. 3. ചിന്താവിപ്ലവം ജ്വലിപ്പിക്കൽ. പിന്നെ അവസാനമായി ഒരു പുതിയ ആന്തരിക ഉദയം. ശരി, അപ്പം നമുക്ക് ആദ്യത്തെ ഭാഗമായ ചൈതന്യത്തിന്റെ രൂപരേഖയിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ ഏതൊരു കെട്ടിടം പണിയുമ്പോഴും ആദ്യം വേണ്ടത് കൃത്യമായൊരു പ്ലാനാണല്ലോ. മനുഷ്യ ചൈതന്യം എന്നതും വെറുതെ അങ്ങ് തനിയെ ഉണ്ടാകുന്ന ഒന്നല്ല. അതായത് ശുദ്ധമായ ചിന്തകളുടെ സുസ്ഥിരവും ലക്ഷ്യബോധത്തോടെയുള്ളതുമായ പ്രവാഹത്തിലൂടെ വളരെ ബോധപൂർവ്വം നിർമ്മിച്ചെടുക്കുന്ന ഒന്നാണത്. ഇവിടെ ആ ബോധപൂർവ്വം എന്ന വാക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഒരു പാറയിലൂടെ തുടർച്ചയായി ഒഴുകിയതിനെ രൂപപ്പെടുത്തുന്ന അരിവ് പോലെ നമ്മുടെ ചിന്തകൾ നമ്മൾ തന്നെ നിരന്തരം നിയന്ത്രിക്കണം. ഇന്ന് നമ്മൾ പലരും നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്താണെന്നറിയാമോ? ചിതറിക്കിടക്കുന്ന, അസ്ഥിരമായ, എന്തിനോടും പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു വിഘടിത മനസ്സ്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വാസ്തുവിദ്യാപരമായി പണിതുയർത്തിയൊരു ചൈതന്യം എങ്ങനെയുണ്ടാകും? അതിന് വളരെ ശക്തമായൊരു അടിത്തറയുണ്ടാകും, കൃത്യമായ ലക്ഷ്യബോധമുണ്ടാകും, അതിലുപരി അതെപ്പോഴും പ്രകാശിതവുമായിരിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാം. അതാണ് ജ്ഞാനത്തിന്റെ ഭാരം. ഇവിടെ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു വർഷമുണ്ട്, 1971. ഇതൊരു സാധാരണ സംഖ്യയല്ല. നമ്മുടെയൊക്കെ വ്യക്തിപരമായ മാറ്റത്തിനാവശ്യമായ കാലാതീതമായ ഒരു വലിയ രൂപരേഖ അഖണ്ഡജ്യോതിയിലൂടെ ലോകത്തിനു മുന്നിലെത്തിയ ഒരു നിർണായക സമയമാണത്. ഇത്രയും ശക്തമായൊരു മനസ്സ് നിർമ്മിക്കണമെങ്കിൽ നമുക്ക് വലിയ തൂണുകൾ തന്നെ ആവശ്യമാണ്. എന്താണ് ഈ തൂണുകൾ? അത് മികച്ച ആത്മീയ സാഹിത്യങ്ങളുടെ വലിയൊരു ശേഖരമാണ്. അതിനെ നമുക്ക് വാങ്മയം എന്ന് വിളിക്കാം. ഈ പുസ്തകങ്ങളിലെ അറിവുകൾ വെറുതെ വായിച്ചു തള്ളാനുള്ളതല്ല. അവ നമ്മുടെ ശുദ്ധമായ ചിന്തകളെ വളർത്തിയെടുക്കാനും നമ്മളിലെ മനുഷ്യബോധത്തെ ഉയർത്താനും അതിലുപരി ഈ അറിവുകളെ നമ്മുടെ ദിനചരിത ജീവിതത്തിലേക്ക് പ്രായോഗികമായി കൊണ്ടുവരാനും സഹായിക്കുന്നവയാണ്. ഇനി മൂന്നാമത്തെ ഭാഗം. ഇതാണ് ചിന്താവിപ്ലവം ജ്വലിപ്പിക്കൽ. വളരെ മനോഹരമായി പണിത ഒരു വീടാണെങ്കിൽ പോലും അവിടെ വെളിച്ചമില്ലെങ്കിൽ പിന്നെന്ത് കാര്യം, അല്ലേ? ഇവിടെയാണ് വിചാർ ക്രാന്തി മഷാൽ അഥവാ ചിന്താവിപ്ലവത്തിന്റെ പന്തം കടന്നുവരുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് കേവലം ഇരുട്ടിനെ മാറ്റുന്ന വെളിച്ചം മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ എവിടെയൊക്കെയോ കിടക്കുന്ന വിഘടിച്ചതും മോശവുമായ ചിന്തകളെയൊക്കെ ഒന്നാകെ ചുട്ടരിക്കുന്ന ഒരു വലിയ അഗ്നിയാണിത്. ഈ ഒരു ചിന്താവിപ്ലവം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്ന കാര്യമൊന്നുമല്ല കേട്ടോ. അതൊരു കൃത്യമായ പ്രക്രിയയാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വായിക്കുക എന്നതാണ്. അതായത് ഈ പറഞ്ഞ വാങ്മയം നന്നായി വായിച്ച് ഉൾക്കൊള്ളുക. രണ്ടാമതായി ചിന്തിക്കുക. നമ്മൾ വായിച്ച കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിലൊന്ന് ചിന്തിക്കുക, മനസ്സിനെ ചിട്ടപ്പെടുത്തുക. മൂന്നാമതായി ജ്വലിപ്പിക്കുക. ഈ വായനയും ചിന്തയും കൂടിച്ചേർന്ന് നിങ്ങളുടെ ഉള്ളിൽ ആ ചിന്താവിപ്ലവം ശരിക്കും അനുഭവേദ്യമാകുന്ന ആ നിമിഷം. അങ്ങനെ നമ്മൾ അവസാനത്തെ ഭാഗത്തേക്കെത്തുകയാണ്. ഇതാണ് ഒരു പുതിയ ആന്തരിക ഉദയം. ഈ പടവുകളൊക്കെ കയറി നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ അതൊരു മനോഹരമായ സൂര്യോദയം പോലെയായിരിക്കും. ഇങ്ങനെ ബോധപൂർവം പണിതുയർത്തിയൊരു മനസ്സ് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും പുതിയൊരു പ്രഭാതം തന്നെയായിരിക്കും കൊണ്ടുവരിക. 1971 അഖണ്ഡജ്യോതി നമ്മോട് പറയുന്ന ആ വലിയ രഹസ്യവും ഇതുതന്നെയാണ്. നമ്മുടെ ഓരോ ചിന്തയും നമ്മുടെ ഭാവിയുടെ അടിസ്ഥാന ശിലകളാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ചോദ്യം ചോദിച്ച് ഞാൻ നിർത്താം. ഈ നിമിഷം മുതൽ നിങ്ങളുടെ സ്വന്തം ചിന്തകൾ ഉപയോഗിച്ച് ഇന്ന് നിങ്ങൾ എന്താണ് നിർമ്മിക്കാൻ പോകുന്നത്? ഒരു ചിതറിയ മനസ്സോ അതോ ശക്തമായ ഒരു മനുഷ്യ ചൈതന്യമോ? തീർച്ചയായും ആ തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്.